കാര്യത്തില് ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ്സ് വരുന്നത് കേരളത്തിൽ നിന്നുള്ള വ്ളോഗേഴ്സിന്റെ കീഴിൽ മാത്രമാണ്. മറ്റുള്ള ഇഷ്ടംപോലെ ധാരാളം ആളുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനത്തിൽ നിന്നുള്ളത്. പക്ഷെ അങ്ങനെ വലിയ ഹേറ്റ് കമന്റ്സ് ഒന്നും അവരുടെ വീഡിയോയുടെ താഴെ കണ്ടിട്ടില്ല. എന്റെ കണ്ണി കുത്തി. സത്യത്തില് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അതായത് സുജിത് ഭക്തൻ ഇപ്പോൾ ജിഞ്ചർ മീഡിയ തോന്നിട്ടോ, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അതായത് ജിഞ്ചർ മീഡിയ എന്നുള്ള ആ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് സുജിത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു പോർഷൻ എടുക്കാൻ കാരണം വെച്ചാൽ ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആക്കിയിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഒരു അഭിപ്രായം ഇതിൽ പറയണമെന്നുള്ളത്. പ്രത്യേകിച്ച് അയോധ്യ റിലേറ്റഡ് ഇഷ്യൂവിൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ടോപ്പിക്സ് തുടണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വീഡിയോസ് അതിൽ കമൻറ്റൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സുജിത്തിൻ്റെ ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് സുജിത്തിൻ്റെ മോൻ ഋഷിക്കുട്ടൻ വന്നിട്ട് കണ്ണിൽ കുത്തി. ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ണിൽ കുത്തി എന്ന് സുജിത്ത് പറയുന്നുണ്ട്. ഈ ഒരു കണ്ണ് കുത്തലും ചെറിയൊരു കണക്ഷൻ ഉണ്ട് നമ്മളെ വീഡിയോയിൽ നിന്ന്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നിന്ന് സുജിത്ത് പറയാനുള്ള റീസൺ നമുക്ക് ആ എൻ്റയർ ആ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഏകദേശം ഒരു വർഷം മുന്നേ ഈ രാമക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ, പണി നടന്നുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഒരു വർഷം മുന്നേ സുജിത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു സുജിത്തിൻ്റെ ചാനലിൽ. അതായത് അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നടത്തിയതിൻ്റെ കൂട്ടത്തിൽ സുജിത്ത് അന്ന് അവിടെ ചെന്നിട്ട് ഒരു രാമക്ഷേത്രത്തിലെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. ഓക്കെ, ഈ വ്ളോഗ് ഇടുന്നതിന് മുന്നേ സുജിത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു സുജിത്തിൻ്റെ ചാനലിൽ. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ വായിക്കാം, കാരണം അത് ഇന്നത്തെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യനായിട്ട് കുറച്ച് കണക്ഷനിലാണ്, കുറച്ച് റെലവൻസ് ഉണ്ട്. ഓക്കെ, അന്ന് സുജിത്തിൻ്റെ പോസ്റ്റാണ്. ഞാനൊരു യാത്രികനാണ്, കഴിഞ്ഞ 6 മാസത്തിലധികമായി ഇന്ത്യ മുഴുവനായി വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു. അതിൽ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, ബുദ്ധമത ആരാധനകളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, സിഖ് അങ്ങനത്തെ ഇതൊക്കെ പല ആരാധനാലയങ്ങളുണ്ട്. ഓക്കെ, UP-യിൽ കൂടുതലുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. പ്രായമായ അച്ഛനും അമ്മയും കൂടി ഉള്ളത് കൊണ്ടും ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടും ആ സ്ഥലങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നുണ്ട്. അയോധ്യ എന്ന വളരെ സെൻസിറ്റീവായ സ്ഥലത്ത് പോയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇയാൾ പറയുന്നുണ്ട് അവിടെ പോയതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ഇടുള്ളൂ, ആ വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിടും. കാരണം വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയുക റിലീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനും വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് മാറണ്ടെന്ന് പറഞ്ഞിട്ട് സുജിത്ത് അന്ന് ചെയ്ത വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് റീസൺ കൊണ്ടാണ് ഇത് കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ജിഞ്ചർ മീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോർഷനിൽ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ചില കാര്യങ്ങൾ നമ്മളത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോട് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് എക്സ്പെക്ട് ചെയ്തത് വെളിയിൽ ചിലപ്പോൾ വരുമ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അയോധ്യയുടെ കാര്യമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്കൊന്നും ഈവൻ കോമൻസ് വരെ അതിനൊക്കെ ഒരു ആയുസ് ഉണ്ട്. അത് കഴിഞ്ഞ് പീപ്പിൾ വിൽ ഫോർഗെറ്റ്, എന്നെ അവർക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് ദ തിങ് എന്ന് പറഞ്ഞ് വേറെ കാര്യത്തിലോട്ട് പോകും. അപ്പോൾ ആ ടൈമിൽ ഈവൻ എനിക്കൊന്ന് കമന്റ്സ് ഓഫ് അത് ഫസ്റ്റ് ടൈം പോയ സമയത്ത്, അതെ ഫസ്റ്റ് ടൈം ആ അമ്പലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പോയി. We went to see because അതൊരു സ്ഥലമാണ്. We thought we want to see it, we went to see. കാര്യത്തില് ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കമന്റ്സ് വരുന്നത് കേരളത്തിൽ നിന്നുള്ള വ്ളോഗേഴ്സിന്റെ കീഴിൽ മാത്രമാണ്. മറ്റുള്ള ഇഷ്ടംപോലെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല സംസ്ഥാനത്തിൽ നിന്നുള്ളത്. പക്ഷെ അങ്ങനെ വലിയ ഹേറ്റ് കമന്റ്സ് ഒന്നും അവരുടെ വീഡിയോയുടെ താഴെ കണ്ടിട്ടില്ല. എന്റെ കണ്ണി കുത്തി. അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഇപ്പോ പാസ്റ്റ് എന്തായാലും നമ്മൾ ചകഞ്ഞു പോകേണ്ട ആവശ്യം ഇപ്പം എനിക്കറിയില്ല. ലൈക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളവിടെ പോയി, നമ്മളവിടെ കണ്ടു. ഇപ്പം റീസെന്റ് ആണെങ്കിലും അവിടെ അമ്പലത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അതിന് മുമ്പ് ഒരു എയർപോർട്ട് പുതിയതായിട്ട് ആരംഭിച്ചായിരുന്നു. ഞാൻ എയർപോർട്ട് കവർ ചെയ്യാൻ പോയി. ഞാന് അവിടെ നിന്ന് ഫ്ലൈറ്റ് വന്നു, അവിടേക്കുള്ള ട്രെയിനിൽ പോയി, അതൊക്കെ ചെയ്തു. ഞാനിപ്പോ അവിടെ ക്ഷേത്രത്തിന്റെ പണി കഴിയാത്തോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇനിയിപ്പോ എപ്പോഴെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോവായിരിക്കും. പേഴ്സണൽ തിങ് അല്ലേ, നോക്കാം. അതിപ്പം നമ്മുടെ നാട്ടിലൊരു സംഭവമല്ലേ. ഇനിയിപ്പോ നാളെ അതേ അയോധ്യയിൽ തന്നെ ഇനിയിപ്പോ പുതിയതായിട്ട് മറ്റേ മോസ്ക് പണിയുന്നുണ്ട്. അത് പണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും, മോസ്ക് കാണാനായിട്ട് പോകും. അതിനുള്ളിൽ കയറ്റുവാണെങ്കിൽ ഞാൻ കയറും.
വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ആണ് സുജിത്തിൻ്റെ ചാനലിലൂടെ സുജിത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. ഓക്കെ, അന്ന് ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇതിനടിയിൽ കമൻസിനുള്ളൊരു സ്പേസ് കൊടുക്കാതിരിക്കാനാണ് സുജിത്ത് ആ വീഡിയോയുടെ കമൻസ് ഓഫ് ചെയ്തിട്ട്. പക്ഷേ സുജിത്തിൻ്റെ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിലും സുജിത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹെയ്റ്റ് കമൻസാണ് ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. അതായത് ശരിയാണ്, അയോധ്യ ഇഷ്യൂ സെൻസിറ്റീവാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്ക് വീഡിയോയിൽ എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ പലവരും ഇതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ പോലെ വീഡിയോസ് ചെയ്യുന്നത് കണ്ടു. ഒരു വീഡിയോ ഞാൻ കണ്ടത് ജംഗ്ഷൻ ഹാക്ക് എന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ സുജിത്ത് പറഞ്ഞതെന്താ വെച്ചാൽ വേറെ പല ഭാഷയിലുള്ള വ്ളോഗേഴ്സും അവിടെ പോയി വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ അടിയിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു കമൻസാണ് മലയാളി ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന്. അതായത് മലയാളി ഓഡിയൻസ് പറഞ്ഞാൽ അയാളുടെ ചാനൽ കാണുന്ന മലയാളീസ് തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ഭാഷയിലുള്ള വ്ളോഗേഴ്സിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹെയ്റ്റ് കമൻസ് കാണുന്നില്ല എന്ന് സുജിത്ത് പറഞ്ഞു. അതിന് ഒരുപാട് പേര് മിസ്ഇൻറ്റർപ്രറ്റ്, ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ആ ഒരു ഇഷ്യൂവിനെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അതിനൊരു ജംഗ്ഷൻ ഹാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാട്ടോ. പുള്ളിയുടെ ഒരു ചെറിയൊരു സംഭവം, സുജിത് ഭക്തന് വല്ലാത്തൊരു വിഷമം. അദ്ദേഹം ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഈ രാമക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഹേറ്റ് കമന്റ് വരുന്നത് മുഴുവൻ കേരളത്തിൽ നിന്നാണ്, ബാക്കി എങ്ങു നിന്നും ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്ലോഗർ അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറയുന്നത് കൊണ്ടൊന്നും ഈ സെൻസോ സെൻസിബിലിറ്റിയോ സെൻസിറ്റിവിറ്റിയോ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വായിൽ വരുന്നതൊക്കെ കുറെ പറയുമ്പോൾ കുറെ ആളുകളൊക്കെ പിന്തുണയ്ക്കുന്നു. എന്തെല്ലാം കാണിച്ചാണ് ആളുകൾ എന്തെല്ലാം തരത്തിലെ വരുമാനം ഉണ്ടാക്കുന്നത്? മില്യൺസ് കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയത്, സുജിത് ഭക്തൻ മലയാളത്തിൽ വീഡിയോ ചെയ്താൽ മലയാളികളല്ലാതെ പിന്നെ തുർക്കിക്കാരെങ്കിലും പ്രതികരിക്കുമോ? എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറഞ്ഞത്. അത് വാർത്തയാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങളും. ഞാൻ ഈ ഒരു ഫസ്റ്റ് ഞാൻ സുജിത്തിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ കണ്ടത് ഈ വ്യക്തിയുടെ ചാനലാട്ടോ. ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ് ജംഗ്ഷൻ ഹാക്ക്. അത്യാവശ്യം സെൻസിബിളായിട്ട് കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. ഇതിൽ പുള്ളി റെഫർ ചെയ്യുന്ന ഏതാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് മനസ്സിലാകത്തോളം പുള്ളി മാത്രമല്ല പല ആൾക്കാർ ഇതിനെ ചുവട് പിടിച്ചിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടു. ഇതിൽ സുജിത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പല ഭാഷയിലുള്ള ആൾക്കാരും വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളിയായ സുജിത്ത് ചെയ്തതിൻ്റെ അടിയിലാണ് ഹെയ്റ്റ് കമൻസ് എന്ന്, അല്ലാണ്ട് മലയാളികളാണ് കമൻസ് ഇടുന്നതെന്നല്ല. ഇനി പുള്ളി പറഞ്ഞ പോലെ വേറെ എവിടെയെങ്കിലും ഫേസ്ബുക്ക് പേജിലാണോ ഇത് റിഫ്ലക്റ്റ് ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് മനസ്സിലായിടത്തോളം ഈ ഒരു ജിഞ്ചർ മീഡിയ എന്നുള്ള ഈ ഒരു ചാനലിൽ വന്നിട്ടുള്ളതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതും പിന്നെ പണ്ട് സുജിത്തിനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു കുറിച്ച്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സുജിത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഇനി ആ പഴയ വീഡിയോ ഒന്ന് പോവാം, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. നമ്മുടെ ടെക് ട്രാവലിൽ ഉള്ളത് നമ്മുടെ ശ്രീരാം ജന്മഭൂമിയായ അയോധ്യയിലാണ്. വളരെ സന്തോഷവും അതേപോലെ തന്നെ ആനന്ദവും ഉൾക്കൊള്ളുന്ന ഒരു നിമിഷമാണിത്. അയോധ്യയിൽ വന്ന് നമ്മുടെ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് വന്ന് ഇവിടുത്തെ ക്ഷേത്രം കാണാനും ഭഗവാനെ കണ്ട് തൊഴാനും അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന ആ ഒരു സ്ഥലം പോയി കാണാനും വേണ്ടിയാണ് നമ്മളിവിടേക്ക് വന്നത്. ദിവസമായിട്ട് അതെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളുണ്ട്, ദയവായി കോൺട്രവേഴ്സീസ് ഒഴിവാക്കുക. ഇത് നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോയി കാണുന്ന പോലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്വേഷങ്ങളായിട്ടുള്ള കമൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. എനിക്കറിയാം വളരെ കോൺട്രവേഴ്സി നടന്നൊരു സ്ഥലം കൂടിയാണ്. ജയ് സിയാറാം. നമുക്ക് പോകാം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മലയാളത്തിൽ ചെയ്തിട്ടുള്ള കമൻസ് എന്നുള്ള പറഞ്ഞ കാര്യങ്ങളായിട്ട് ഒന്ന് രണ്ട് വ്ളോഗേഴ്സിൻ്റെ റിയാക്ഷൻ ഞാൻ കണ്ടു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വ്ളോഗേഴ്സിൻ്റെ റിയാക്ഷനിൽ അവർ പറയുന്ന സംഭവം എന്താ വെച്ചാൽ മലയാളികൾക്ക് ഒന്നും കൂടി മൂളുണ്ട്, അതുകൊണ്ടാണ് ഈ മലയാളികൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. കാരണം വെച്ചാൽ ബാബറി മസ്ജിദ് ശ്രീജന്മ അയോധ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസും അവിടെ ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവിടെ അമ്പലം പണിതിട്ടുള്ളത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളികൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനും അവർക്ക് വിവരവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്, നോർത്ത് ഇന്ത്യൻസിനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മലയാളികൾ ഇതിനെതിരെ പ്രതികരിച്ചെന്ന് പറഞ്ഞിട്ടുള്ള പല വ്ളോഗേഴ്സിൻ്റെ കമൻറ്റും കണ്ടു. ഓക്കെ, പിന്നെ സുജിത്താണ് ഇതിലൊരു റിലീജിയസ് ആ ഔട്ട്ലുക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസും കമൻറ്റും അതിൽ കണ്ടു കേട്ടോ. പക്ഷേ ആക്ച്വലി സുജിത്ത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടോ, അവിടെ ഒരു പള്ളി വരുന്നുണ്ട്, പള്ളി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സുജിത്ത് അവിടെ പോയിട്ട് എന്താ പറയുക, പള്ളിയിലേക്ക് എന്നെ പെർമിറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് സുജിത് ഭക്തനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒന്ന്. രണ്ടാമത്തെ കേസ്, അയാളുടെ റിലീജിയൻ പ്ലസ് ആളുടെ സർനെയിം ഇതെല്ലാം കൂടി വെച്ചിട്ട് പിന്നെ അയോധ്യ
പുള്ളി അവിടെ പോയി, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളീനെ ഇതുപോലെ വേട്ടയാടുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും വരുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിലുള്ള കമൻസൊക്കെ ഒരുപാട് കണ്ടു. പിന്നെ നിങ്ങൾക്ക് കണ്ടോ അറിയില്ല, ഫസ്റ്റ് ഈ സുജിത്ത് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സുജിത്തിൻ്റെ കണ്ണിലൊരു ആ മോൻ വന്ന് കുത്തി, ആ കുത്തിയതിന് വരെ എന്താ പറയുക, വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു വ്യൂവർഷിപ്പാണ് ഇവർക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനടിയിൽ വന്ന കമൻറ്റാണ്, അവനേക്കാൾ ബോധം അവൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞു മോനുണ്ട് എന്ന് തോന്നുന്നു, അവൻ്റെ വായ തുറക്കുമ്പോൾ തന്നെ കൊടുത്തു ഒന്ന് മോന്തക്കെട്ട് മലയാളി പൊളിയാടാന്ന്. ഇവനോടൊക്കെ എന്താ പറയാനുള്ളത്? ഇതുപോലെ ഹെയ്റ്റ് കമൻറ്റ് വെച്ചിട്ടുള്ളൊരു വ്യക്തികളോട് എന്താ പറയാനുള്ളത്? ഓക്കെ, ലിവ് ഇറ്റ്. ഇനി നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ, ഞാൻ ഈ അയോധ്യ റിലേറ്റഡ് വിഷയത്തിൽ നമ്മൾ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും എന്നോട് കമൻറ്റ് ചോദിച്ചിരുന്നു എന്താ ബ്രോൻ്റെ ഒരു വ്യൂ എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഭയങ്കര ദൈവവിശ്വാസിയാണ്. എനിക്ക് അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്നെ ക്ലിയറായിട്ട് അറിയാം, ഭയങ്കര ദൈവവിശ്വാസിയാണ് ഞാൻ. പക്ഷേ എങ്കിൽ കൂടെ എനിക്ക് അയോധ്യയിൽ പോകണം, ഓക്കെ, ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരുപക്ഷെ ചിലപ്പോൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു ഇത് തെറ്റാണെങ്കിൽ നമുക്ക് എന്താ പറയുക, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നല്ല പറയുന്നത്, നമുക്കൊരു വിശ്വാസമാണ് കേട്ടോ. നമുക്ക് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു, ശബരിമലയ്ക്ക് പോകുന്ന സമയത്തും ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ പോകുന്ന സമയത്ത് പോകാറുണ്ട് തൃപ്രയാർ പോകാനും അവിടെ ചെന്ന് ശ്രീരാമനെ കാണാനും അവിടെ ആ ഒരു തൊഴാനും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഡിവോഷനായിട്ടുള്ളൊരു ആഗ്രഹം എന്തുകൊണ്ടോ എനിക്ക് ഓക്കെ പേഴ്സണലി അയോധ്യയായിട്ടില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എനിക്കും ആഗ്രഹമുണ്ട് അയോധ്യയിൽ പോകണം എന്നുള്ളത്, വലിയൊരു ആഗ്രഹമാണ് അവിടെ കാണണം എന്നുള്ളത്. ബട്ട് നോട്ട് ബിക്കോസ് രാംലല്ല ശ്രീരാമൻ അതല്ല, എനിക്ക് അയോധ്യയിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് ദൈവത്തോട്, ഈശ്വരനോട്, ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ശ്രീരാമ ഭഗവാനോട് ഒന്നുകൂടി പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലെനിക്ക് തൃപ്രയാർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മലപ്പുറത്തുള്ള രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള രാമക്ഷേത്രം, ഞാൻ ഈ നാലമ്പല ദർശനവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ് ഈ എന്താ പറയുക രാമായണ മാസത്തിൽ. അപ്പോൾ ആ ഒരു മാനസികമായിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് ദൈവത്തിനെ മറന്ന് പറയുകയല്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യം മാത്രം, എൻ്റെ ഫാമിലിയുടെ ചിന്താഗതി പറയല്ല, നിങ്ങൾക്ക് ഓരോരുത്തർ ഇഷ്ടം കേട്ടോ. എനിക്കെന്തുകൊണ്ടോ അയോധ്യ എന്ന് പറയുന്ന സമയത്ത് പോകണം എന്ന് ആഗ്രഹം എന്നല്ലാതെ ഈ പറഞ്ഞ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ശ്രീരാമനോടുള്ള ആ ഒരു അത് നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സംഗതി ആണ് ഞാൻ ഈ ഒരു റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് ഞാൻ പണ്ടെന്നെ വിട്ടുപോയി, ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ച കേസാണ്. കാരണം ഇതുപോലെ സെൻസിറ്റീവ് ഇഷ്യൂസ് ഞാൻ ടേക്കപ്പ് ചെയ്യാറില്ല. പക്ഷേ പെട്ടെന്ന് ഇതുപോലുള്ള കമൻറ്റ് ബോക്സൊക്കെ അന്ന് വന്ന സമയത്തും പിന്നെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇത് അയച്ചു തന്നിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നിട്ടുള്ള വ്യക്തിയും അതിൻ്റെ അടിയിലൊരു കമൻറ്റായിട്ട് എന്നോട് ചോദിച്ചു, ബ്രോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല, ബ്രോൻ്റെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. Take care and God bless.